വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മാവൂരിലെ നാട്ടുകാരെ, ഇപ്പോൾ ഇന്ന് ഒരുപാട് തിരക്കിനിടയിലും ഇങ്ങനൊരു ക്ഷണം കിട്ടിയപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് എനിക്കെന്നെ തോന്നി. കാരണം ഇപ്പോൾ സ്പോർട്സിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ ഞാൻ ആരുമല്ല ഈ വേദിയിൽ. കാരണം അതിൽ നമ്മളൊരു ഇൻ്റർനാഷണൽ താരമാണ്, കിഷോർ സാർ ഇവിടെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് ചിത്രങ്ങൾ വരച്ചു കാട്ടി നമ്മോട് വ്യക്തമാക്കാൻ പറ്റിയ കമാൽ സാറുണ്ട്. അപ്പോൾ ഇവരുടെ മുമ്പിലൊക്കെ ഒരു ബിഗ് സീറോ ആണ് സ്പോർട്സിനെ പറ്റി സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മേഖലയെ പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കണമല്ലോ. ഇപ്പോൾ ഇത് ഡയമണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോൾ സ്പോർട്സ് അവിടെ നിൽക്കട്ടെ, കാരണം ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇവർ പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞ അധിക പ്രസംഗവും. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, ഞാനൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഈ കുറച്ച് കളികൾ കാണാൻ വരിക. എൻ്റെ വീട് NIT അടുത്താണ്. അവിടെ ഇവിടെ ഒരു നേരത്തെ ഇത് പറഞ്ഞല്ലോ ജവഹറിൻ്റെ കളി കാണാൻ വരുന്നൊരു ഓർമ്മകൾ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നേരം വൈകുന്നേരം ആകുമ്പോൾ ഞാനിപ്പോൾ ജീപ്പൂട്ട് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ അടുത്തൊരു വേട്ടയ്ക്ക് ഇറങ്ങി, അങ്ങനെയാണല്ലോ ഞങ്ങളെ വിശേഷിപ്പിക്കാറ്. കാരണം നമുക്കറിയാം, ചെറിയ ഞങ്ങൾ കുട്ടികളുടെയൊക്കെ പോക്കറ്റ് തപ്പിയാൽ ഞങ്ങൾക്ക് ചായപ്പൊടിൻ്റെയും പഞ്ചസാരേൻ്റെയും ചെറിയ പാക്കറ്റുകൾ കിട്ടും. ഇന്നിപ്പോൾ ഞങ്ങളുടെ കമ്മീഷണർ പ്രത്യേക ഉത്തരവുണ്ട്, ഈ ആഴ്ച ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു സമൂഹത്തെ നമുക്ക് പുതുതലമുറയിലേക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ ചായപ്പൊടി പഞ്ചസാര എന്ന് പറഞ്ഞു. MDMA പൊടിച്ചാൽ പഞ്ചസാര തരി പോലെ ഉണ്ടാവും, കഞ്ചാവിൻ്റെ പൊടി ചായപ്പൊടി തരി പോലെ ഉണ്ടാവും. ഞാൻ പല വേദിയിലും പറയുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പരിധിയിലുള്ള ഈ പൈപ്പ് ലൈൻ റോഡിൽ ഉച്ച സമയത്തൊക്കെ നമുക്കറിയാം, സ്കൂൾ യൂണിഫോമിൽ അങ്ങ് MES മുതൽ KMCD മുതൽ ഇങ്ങ് കുറ്റിക്കാട് സ്കൂളിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിൽ വരെ പിള്ളേർ അതേ യൂണിഫോമിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പൊക്കിയെടുക്കാൻ പറ്റാറുണ്ട്. ആൺകുട്ടികൾ പെൺകുട്ടികൾ ഭേദമില്ലാതെ അവരുടെ പോക്കറ്റുകൾ പരിശോധിച്ച്, അവരുടെ ബാഗുകൾ പരിശോധിച്ച് ഇത്തരം കാര്യങ്ങൾ കിട്ടാറുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത്തരം ഏരിയകളിൽ നമ്മൾ ഉൾക്കാറ പ്രദേശത്ത് പോയി തപ്പിയാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടാറുണ്ട്. ആ സമയത്ത് ഇതുപോലുള്ള ചില ഇടങ്ങളിൽ ഒത്തുകൂടി നിന്നാൽ, ചില ആക്ടിവിറ്റികളിലേക്ക് നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു പോയാൽ ചില ആക്ടിവിറ്റീസിൽ നമുക്ക് മുക്തരാവാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് ഒരു വായന തുടങ്ങിയാൽ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛനൊക്കെ അടിച്ചു പഠിപ്പിക്കുകയായിരുന്നു. ഇത്ര ഒരു ബുക്ക് ഇന്ന ദിവസം കൊണ്ട് വായിച്ച് തീർത്തോളെന്ന്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഭാഗത്ത് ഒരു ചെറുകുളത്തൂർ എന്നുണ്ട് ഒരു ഗ്രാമമുണ്ട്. ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഉള്ള ഒരു ഭാഗമാണ്. മാവൂരിനത് ഒരു അപ്രാപ്യമല്ല. ഇതുപോലുള്ള ക്ലബ്ബുകൾ വിചാരിച്ചാൽ മാക്സിമം ആ 3 മാസം കൊണ്ട് അല്ലെ 6 മാസം കൊണ്ട് നമുക്ക് ആ ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ആരും ഒന്നും വെറുതെ കൊണ്ടുതരില്ല. ഈ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ചില പോക്കറ്റുകൾ ഒരുപാട് ബ്ലാക്ക് സ്പോട്ടുകളുള്ള ഏരിയയാണ് മാവൂര്. പണ്ട് ഇവിടെ ഒരു CI സാർ ചാർജ് എടുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു റിസോർട്ടിൽ റൂം എടുത്ത പോലെ ഉണ്ട് മാവൂരെന്ന്. കാരണം ചുറ്റുപാടും ചാലിയാർ ഒഴുകുക, അതിൻ്റെ നടുക്കൊരു നല്ലൊരു ഗ്രാമം, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത കുറേ ഗ്രാമവാസികൾ, നല്ല ഭംഗിയാണ്. ഞങ്ങൾക്ക് പെട്രോളിങ്ങിന് പോകാൻ നല്ല ക്രൈസാണ് മാവൂര്. അതുപോലെ കുറേ ഏരിയകളുണ്ട്. പക്ഷെ അങ്ങനത്തെ ഏരിയകളിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ ഈ എളമരം പാലം, കുളിമാട് പാലൊക്കെ ഓപ്പൺ ആയാലും നമുക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് ഇങ്ങോട്ട് ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നതിൻ്റെ കൂടെ നമ്മുടെ സംസ്കാരം കൂടി അവർ കവർന്നെടുത്ത് പോകുന്നുണ്ട്. ഇവിടെ ഒരു ചായക്കട, ഞാൻ പേര് പറയുന്നില്ല, ഒരു ചായക്കട ഞങ്ങൾക്ക് അടപ്പിക്കേണ്ടി വന്നു. എളമരം പാലം കടന്നു വന്നിട്ടുള്ള ഒരു ചായക്കട ഞങ്ങൾക്ക് അടപ്പിക്കേണ്ടി വന്നു. ചായക്കടക്കാരോടുള്ള വിരോധം കൊണ്ടല്ല, ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ചായപ്പൊടികൾ പഞ്ചസാരകൾ ഞങ്ങൾക്ക് ഓരോ പോക്കറ്റിൽ നിന്നും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അവിടെ മാറി. അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ആവശ്യം അതൊക്കെ ഉന്നയിച്ച് ഞങ്ങൾ അവിടെ നിരന്തരം റെയ്ഡ് നടത്തി. പിന്നെ അത് അടപ്പിക്കേണ്ട അവസ്ഥ വന്നു. ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്കറിയാം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികൾ എനിക്ക് പേരെടുത്ത് പറയാൻ അറിയും, കാരണം ഞാൻ ഇവിടെ ഒരുപാട് കാലമായി വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇത്തരം ഒരു സ്ഥാപനം, ഇത്തരം ഒരു ഡയമണ്ട് ഈ ജംഗ്ഷന് ഈ പേരിട്ടതിനെ അന്വർത്ഥമാക്കാൻ ഇവിടുത്തെ ആളുകൾ വേണം വിചാരിക്കണം. ആളുകൾ വിചാരിച്ചാൽ നടക്കും. ഞങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾക്കിപ്പോൾ മാവൂർ സ്റ്റേഷനിൽ ഏകദേശം വെളിപ്പാടകല്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഈ ഡയമണ്ട് ജംഗ്ഷൻ, ഈ പാറമ്മൽ ഏരിയയിലൊന്നും വരാറില്ല. ഞങ്ങളൊരു വെളിപ്പുറത്ത് കിട്ടുന്ന ജനങ്ങളാണ് ഇവിടെ. ഞങ്ങൾക്കറിയാം, കാരണം വളരെ മര്യാദയുള്ള കുട്ടികളാണ് ഇവിടെ. ഇവിടുത്തെ സ്കൂളുകളെ പറ്റി ഞങ്ങൾക്കറിയാം. എന്നാൽ ഇതിന് കുറച്ച് അപ്പുറത്തേക്കുള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് പല ആന്റി ഡ്രഗ്സ് ക്ലാസ്സുകൾ എടുത്തിട്ട് അവരെ ബോധവൽക്കരിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാംസ്കാരിക പരിപാടികൾ നിങ്ങൾ സംഘടിപ്പിക്കൂ, ഞങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ ഓരോ ഉത്സവത്തിനെങ്കിലും പിന്നെ റിപ്പബ്ലിക് ഡേ വരാണ്ട് ഇങ്ങനെ പല പരിപാടികളും നിങ്ങൾ സംഘടിപ്പിക്കൂ. മാവൂർ പോലീസ് നിങ്ങളിലേക്ക് കടന്നു വരും. ഒരു ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനാണ് മാവൂര്. അപ്പൊ ഇത്തരം വേദികൾ ഇതിനുള്ള അവസരങ്ങളാക്കി മാറ്റിയെടുക്കാം.
ഡയമണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മാവൂർ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ, എന്ത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് കടന്നു വരാം. ഞാൻ കുറച്ച് തിരക്ക് കാണിക്കുന്നുണ്ട്, കാരണം എൻ്റെ മൊബൈലിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടയൽവക്കത്ത് NITയിൽ രാഗം ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞങ്ങൾക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടേക്ക് പോകാൻ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഇവിടുന്ന് പോകും. നിങ്ങൾ അതൊരു തെറ്റായിട്ട് കാണരുത്. ഞങ്ങളുടെ ഡ്യൂട്ടീൻ്റെ ഭാഗമാണ്. ഈ ഞായറാഴ്ച പോലും ഞങ്ങൾ ഇനി വീട്ടിലെത്തുമ്പോൾ രാത്രി എത്ര മണിയാവുമെന്ന് അറിയില്ല. പക്ഷെ അതിലും ഞങ്ങൾക്ക് സന്തോഷം. അത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, ഡയമണ്ട് ജംഗ്ഷൻ ഡയമണ്ടാക്കി മാറ്റിയെടുക്കേണ്ടത് ഇവിടുത്തെ നാട്ടുകാരാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. ഈ ക്ലബ്ബ് അതിനൊരു നാന്ദി ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.